കുളിച്ചൊരുങ്ങി സാരിയൊക്കെ എടുത്ത് ചുന്തിരി പണിയായിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഗൈസ്. അപ്പം ഞാൻ സിനിമയ്ക്ക് പോവുകയാണ്. സിനിമയ്ക്ക് പോകുമ്പോൾ മാത്രമാണ് എൻ്റെ മുഖത്ത് ഇത്രയും വലിയ പ്രകാശം ഉണ്ടാവാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിയേറ്ററിൽ പോയി സിനിമ കാണാനായിട്ട്. അപ്പം ഞാൻ നേരെ ന്യൂ തിയേറ്ററിലോട്ടാണ് പോയത്. ഏത് സിനിമയാണ് കാണാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് കാണാൻ പോയത്. ചെന്നപാടെ പോപ്കോണിൻ്റെ മണം എൻ്റെ പൊന്നു എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള മണമായിരുന്നു. അവിടെ പോപ്കോൺ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആത്മസമീപനം പാലിച്ചകത്ത് പോയി ഇരുന്ന് കേട്ടോ. എന്നിട്ട് ഈ സിനിമയൊക്കെ തുടങ്ങി. നല്ല അടിപൊളി സിനിമയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്റർവെൽ ആയപ്പോഴത്തേനും എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോപ്കോണും വാങ്ങിച്ചു, കോഫിയും വാങ്ങിച്ചിട്ടോ. കോഫി അകത്ത് കയറ്റാൻ സമ്മതിക്കില്ല, അവർ പുറത്തുനിന്ന് കുടിക്കേണ്ടി വന്നു. പിന്നെ ബർഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അട്ട ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ആരും വാങ്ങിച്ച് കഴിക്കേണ്ട. ഒരു തവണ സാൻഡ്വിച്ച് ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ ബർഗർ വാങ്ങിച്ചത്. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ വാങ്ങിച്ച് കഴിക്കേണ്ട കേട്ടോ. അത്രയ്ക്ക് നല്ലതല്ല. ഒട്ടും ടേസ്റ്റ് ഇല്ല. അകത്തുള്ള ഫില്ലിങ്സും ടേസ്റ്റ് ഇല്ല, ഒന്നും ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ സിനിമ കിഡില്ല സിനിമയായിരുന്നു. എനിക്ക് ദിലീപിനെക്കാളും നായികയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടോ. അടിപൊളി സിനിമയാണ്. തിരിച്ചു വന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നേ. എൻ്റെ സ്കൂട്ടി വഴിക്ക് വെച്ചിട്ടാണ് പോയത്. അപ്പം ഞാൻ കഴിക്കാനായിട്ട് പൊറോട്ടയും ബീഫും വാങ്ങിച്ച് സ്കൂട്ടി എടുത്ത് വീട്ടിലോട്ട് വന്നിട്ടാ. ഫുൾ നനഞ്ഞെന്ന് വെച്ചാൽ ഫുൾ നനഞ്ഞു.